നവകേരള സദസ്സിൽ പങ്കെടുത്തില്ലെങ്കിൽ പിഴ നൽകണമെന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഭീഷണി. ആലപ്പുഴ ആര്യാട് പഞ്ചായത്തിലെ തൊഴിലാളികളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് നാളെ ആലപ്പുഴ നഗരത്തിൽ നടക്കുന്ന നവകേരള സദസ്സിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്ന സന്ദേശം എത്തിയത്. പങ്കെടുക്കാത്തവർ 1000 രൂപ പിഴ നൽകണമെന്ന് തൊഴിലാളികളെ അറിയിച്ചിട്ടുണ്ടെന്നും പരാതിയുണ്ട്. ആലപ്പുഴ നഗരത്തിൽ നാളെ നടക്കുന്ന നവകേരള സദസ്സിൽ പങ്കെടുത്തില്ലെങ്കിൽ 1000 രൂപ പിഴ നൽകണമെന്ന് ആര്യാട് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് ഭീഷണി. എതിർക്കുന്നവർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇനി തൊഴിൽ നൽകില്ലെന്ന് 18ാം വാർഡിലെ തൊഴിലാളികളെ ടീം ലീഡർ ഭീഷണിപ്പെടുത്തിയതായി ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജികുമാർ ചിറ്റെഴുത്ത് കളക്ടർക്ക് പരാതി നൽകി. ആര്യാട് പഞ്ചായത്തിൽ ഈ നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയ ഒരു പരാതി എന്ന് പറഞ്ഞാൽ 4ാം വാർഡിൽ നിന്ന് പങ്കെടുക്കാത്ത തൊഴിലാളികൾക്ക് 1000 രൂപ ഫൈൻ ഈടാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കളക്ടർക്ക് പരാതി കൊടുക്കുകയും അതിൻ്റെ നടപടികളായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് നടന്ന പരിപാടിയിൽ ഞാൻ കളക്ടർക്ക് മറ്റ് ഉദ്യോഗസ്ഥന്മാർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം രാഷ്ട്രീയപരമായി CPM ഭരിക്കുന്നതുകൊണ്ട് അതിൻ്റെതായ പശ്ചാത്തലത്തിൽ അവർ ജനങ്ങൾ ഭയന്നിട്ടാണ് പോകുന്നത്. അല്ലാതെ ഇവരാരും നാളുകളിൽ ഈ 15ാം തീയതി ആലപ്പുഴയിൽ പങ്കെടുക്കുന്ന പരിപാടികളിൽ ഈ മുഖ്യമന്ത്രിയോടുള്ള താല്പര്യം കൊണ്ടോ അല്ലെങ്കിൽ മന്ത്രിമാരുടെ താല്പര്യം കൊണ്ടോ അല്ല ആരും പങ്കെടുക്കുന്നതെന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാൻ കഴിയും. CPM ബ്രാഞ്ച് സെക്രട്ടറിയായ ആര്യാട് പഞ്ചായത്തിലെ NREG താൽക്കാലിക ജീവനക്കാരനാണ് തൊഴിലുറപ്പ് തൊഴിലാളികളെ നവകേരള സദസ്സിനെത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി നവകേരള സദസ്സിനെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഇപ്പോൾ ഈ നവകേരള സദസ്സിനുമായിട്ട് ബന്ധപ്പെട്ടും ഇവരെ എത്രത്തോളം പേടിപ്പിച്ചുകൊണ്ട് ഈ സദസ്സിലേക്ക് ആൾക്കാരെ എത്തിക്കാം എന്നുള്ള കാര്യം മാത്രമാണ് ഇവർ നോക്കുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികളെന്ന് പറഞ്ഞാൽ ഇവർ പാർട്ടിയുടെ അണികളാണെന്നുള്ള വിചാരമാണ്. ഈ തൊഴിലുറപ്പിൻ്റെ മാത്രം അംഗങ്ങളുള്ള ഒരു ഗ്രൂപ്പിലേക്ക് പറയുന്നതാണ്, സഹാക്കളെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിലേക്ക് വരാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. ഇത് വരാത്തവർക്ക് ഞങ്ങൾ മറുപടി എന്നുള്ള രീതിയിലൊന്നും അല്ല പറയുന്നത്, ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ള രീതിയിലുള്ള വോയിസ് ക്ലിപ്പുകൾ പല തൊഴിലുറപ്പ് പദ്ധതികളുടെ ഗ്രൂപ്പുകളിലേക്ക് വരുന്നുണ്ട്. നവകേരള സദസ്സിന്റെ പേരിൽ വിവിധയിടങ്ങളിൽ പണപ്പിരിവ് നടക്കുന്നുണ്ട്. നെടുമുടിയിൽ നടക്കുന്ന കുട്ടനാട് മണ്ഡലം നവകേരള സദസ്സിനായി കുടുംബശ്രീ യൂണിറ്റുകൾ 250 രൂപ വീതം നൽകണമെന്ന് കുടുംബശ്രീ ഭാരവാഹികൾ ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ആയുവിലേക്കായി ഏതെങ്കിലും കുടുംബശ്രീകൾ ഇത് തരാൻ വിസമ്മതിക്കുന്നുവെങ്കിൽ RKLSന്റെ സബ്സിഡി വന്നതും RF കിട്ടിയതും കൊറോണ സബ്സിഡി വന്നതും എന്ന ചെലവിലേക്ക് എന്നത് ഗ്രൂപ്പിലൂടെ വന്ന എല്ലാ അയൽക്കൂട്ടക്കാരും ഇത് കൈപ്പറ്റിയിരിക്കുന്ന 15 അയൽക്കൂട്ടക്കാരും ഇതിൻ്റെ 250 രൂപ അതിനകത്തെ പലിശ ഇനത്തിൽ തന്നാൽ മതി. അത് എന്തെങ്കിലും വ്യത്യാസമുണ്ട് എങ്കിൽ ഭരണിക്കാവ് പഞ്ചായത്തിൽ നവകേരള സദസ്സിൽ പങ്കെടുക്കാത്ത തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പട്ടിക തയ്യാറാക്കാൻ NREG ഓവർസിയർ നിർദ്ദേശം നൽകിയതായും ആക്ഷേപമുണ്ട്. ജനം, ആലപ്പുഴ.